4-ാം വിശ്വാസികളുടെ കൂട്ടമെന്ന് പറയുന്നത് ഒരു മനസ്സും ഒരു ഹൃദയവും ഉള്ളവരായിരുന്നു. 4-ാം 32-ാം വാക്യം, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ദൈവസഭയിലെ എല്ലാവരും ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവരായിരിക്കണം. ക്ഷമിക്കേണ്ടിടത്തെല്ലാം ക്ഷമിക്കുവാൻ, താഴേണ്ടിടത്തെല്ലാം താഴുവാൻ, പൊറുക്കേണ്ടിടത്തെല്ലാം പൊറുക്കുവാൻ. സ്തോത്രം. ഈ നാളുകളിൽ മനസ്സ് വെച്ച് നിന്നെങ്കിൽ മാത്രമേ ദൈവസഭയോട് ചേർത്ത് വെച്ച് ദൈവത്തിന് പണിയാൻ പറ്റത്തുള്ളൂ. ഒരു ശരീരത്തിൻ്റെ അവയവത്തിന് വിഘടിച്ചു നിന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ശരീരത്തിൻ്റെ അവയവങ്ങൾ അതിന് യോഗ്യമായ വിധത്തിൽ ദൈവം ചേർത്ത് വെച്ചിരിക്കുന്നത് പോലെ ദൈവസഭയിൽ ചേർത്തിരിക്കുന്ന ഓരോ അവയവങ്ങളാകുന്ന ഞാനും നിങ്ങളും ആയിരിക്കേണ്ടതുപോലെ ആയിരുന്നാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഈ നാളുകളിൽ കാണുവാൻ ഇടയായിത്തീരും. അവിടെ പറയുന്നു, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. 33-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നു. അവർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു വന്നു. അപ്പോസ്തലന്മാർക്ക് എന്തുണ്ടായിരുന്നു? ഒരു മനസ്സോടെ ഏകഹൃദയത്തോടെ കൂടി വന്ന അപ്പോസ്തലന്മാരുടെ മേൽ ദൈവത്തിൻ്റെ മഹാശക്തി വ്യാപരിച്ചു. ദൈവവൈതലേ സ്തോത്രം. വെറും ശക്തിയല്ല, മഹാശക്തി. ഷോർട്ട് കട്ട് ഇല്ല കേട്ടോ. ഈ നാളുകളിൽ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഏക മനസ്സും ഏക ഹൃദയവുമുള്ളവരായി ഒരുമിച്ച് കൂടിയാൽ കൂടിയിരിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ഒരു അസാധാരണ ശക്തിയുണ്ട്. അത് ദൈവശക്തിയാണ്, അത് മഹാശക്തിയാണ്. ഹല്ലേലൂയ.